ഒരു സ്വലാത്ത്, ഈ സ്വലാത്ത് പറഞ്ഞാൽ 8 പ്രതിഫലങ്ങളാണ്. നമ്മൾ പറയുന്നത് ഇവിടെ 8 പ്രതിഫലങ്ങളാണ്. പക്ഷേ 8നേക്കാൾ ഒരുപാട് പ്രതിഫലങ്ങൾ മഹാന്മാർ പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ സ്വലാത്തൊന്ന് പഠിക്കാം. ആ സ്വലാത്തിൻ്റെ 8 നേട്ടങ്ങൾ എന്താണെന്നും നമുക്കൊന്ന് കേൾക്കാം. ഇത് ചൊല്ലുന്ന നമ്മുടെ മാത്രമല്ല, ചൊല്ലുന്നവനും പൊറുക്കപ്പെടും. ആ ചൊല്ലുന്നവൻ്റെ ഉമ്മക്കും വാപ്പക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. ആ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ മരിച്ചവരാവട്ടെ, അവർക്കും അല്ലാഹു തആല പാപമോചനം നൽകും. ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ. ഏതാണ് ആ സ്വലാത്ത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി. അതുപോലുള്ള ഓരോ ദിവസങ്ങൾ, കഴിഞ്ഞ ഓരോ ദിവസം എടുത്തു നോക്കിയാൽ ഒരുപാട് വീഡിയോകളിലൂടെ ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അമലിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ നമുക്കും കേട്ട എല്ലാവർക്കും ഗുണമുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വെള്ളിയാഴ്ച രാവും പകലും നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ അമലുകൾ ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ നിറഞ്ഞ അമലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന അമലുകൾ തന്നെ, നിസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ദിക്ർ, ഔറാദ് എല്ലാം തന്നെയാണ്. പക്ഷേ ഈ വെള്ളിയാഴ്ച രാവിനും പകലിനും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു സ്വലാത്തിനെ പറ്റിയാണ്. നിങ്ങളിൽ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ലാത്ത ഒരു സ്വലാത്തിനെ പറ്റിയാണ് പരിചയപ്പെടുന്നത്. ഈ സ്വലാത്ത് മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബാകുന്ന അഫ്ളലു സ്വലവാത്തി അലാ സയ്യിദി സാദാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് പറയുന്നവർക്ക് കിട്ടുന്ന 8 പ്രതിഫലങ്ങൾ. ഒന്നാമത്തെ പ്രതിഫലം, ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുത്തു നൽകും. ഇവിടെ പറയപ്പെടുന്നത് പാപങ്ങളെന്നാണ്. ആ പാപങ്ങളിൽ കഴിഞ്ഞു പോയതുണ്ടാവാം, വരാനിരിക്കുന്നതുണ്ടാവാം, ചെറുതുണ്ടാവാം, വലുതുണ്ടാവാം, രഹസ്യമായത്, പരസ്യമായത്, അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത് എല്ലാം അതിൽ ഉൾപ്പെട്ടേക്കാം. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കും. ഇത് ചൊല്ലുന്ന നമ്മുടെ മാത്രമല്ല, ഇവിടെ പറയുന്നു ഗുഫിറ ലഹു വലി വാലിദിഹി, അതായത് ചൊല്ലുന്നവനും പൊറുക്കപ്പെടും. ആ ചൊല്ലുന്നവൻ്റെ ഉമ്മക്കും വാപ്പക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. ആ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ മരിച്ചവരാവട്ടെ, അവർക്കും അല്ലാഹു തആല പാപമോചനം നൽകും. ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ, അപ്പോൾ ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ്. ഒന്നാമത്തെ പ്രതിഫലം അതാണ്. രണ്ടാമതായി പറയുന്നു, ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1000 പ്രഭാതങ്ങളിൽ 70 മലക്കുകൾ അവനിക്ക് വേണ്ടി പുണ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. 1000 പ്രഭാതം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി. 1000 പ്രഭാതങ്ങൾ, 1000 രാവിലെകളിൽ 70ഓളം മലക്കുകൾ നമ്മുടെ പുണ്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഈ സ്വലാത്ത് പറഞ്ഞതിൻ്റെ പ്രതിഫലം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അല്ലാഹ്, എത്രമാത്രം നമുക്ക് പറഞ്ഞാൽ തീരാത്ത, ചിന്തിച്ചാൽ നമുക്ക് ഒരു എത്തും പിടിയുമില്ലാത്ത തരത്തിൽ വലിയ പ്രതിഫലമാണ് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞാൽ. മൂന്നാമത്തെ പ്രതിഫലം മഹാന്മാർ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്നാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ മരണപ്പെട്ട് ആഖിറത്തിലേക്ക് കടന്നു ചെന്നാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ് അവനിക്ക് രക്ഷ കിട്ടുക. നമ്മൾ ഈ ചെയ്യുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഇതൊന്നും ഒരുപക്ഷെ നമുക്ക് നാളെ ഉപകരിച്ചോളണമെന്നില്ല. എന്ന് വെച്ച് ചെയ്യാതിരിക്കണമെന്നല്ല, ചെയ്യണം, അത് നമുക്ക് നിർബന്ധമാണ്. പക്ഷേ ഈ നിർബന്ധമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ആഖിറത്തിൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധിച്ചോളണമെന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഈമാൻ കുറവാണ്, ഇഖ്ലാസ് കുറവാണ്, നീയത്തിൽ അവ്യക്തതകളുണ്ട്, നീയത്തിൽ പോരായ്മകളുണ്ട്. അപ്പോൾ നമുക്ക് രക്ഷ കിട്ടുന്നത് 2 കാര്യമാണ് ആഖിറത്തിൽ. ഒന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, 2 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്. അപ്പോൾ റഹ്മത്തും വേണം, ശഫാഅത്തും വേണം. അപ്പോൾ ഈ സ്വലാത്ത് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തും കിട്ടും, അള്ളാഹുവിൻ്റെ കാരുണ്യവും കിട്ടും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും നമുക്ക് കിട്ടുന്നതാണ്.
ഇതാണ് മൂന്നാമത്തെ പ്രതിഫലം. ഇനി നാലാമതായി മഹാന്മാർ പറയുന്നു, ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു കൊടുക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ എത്രയോ ആലിമീങ്ങളുണ്ട്, എത്രയോ വല്ലുപ്പമാര് വല്ലുമ്മമാര് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി 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 മുത്തുനബിയെ സ്വപ്നം കണ്ട എത്രയോ ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും പുറത്തേക്കത് പറയൂല. പല ആളുകളും പറഞ്ഞാൽ അത് വിശ്വസിക്കൂല. അത് തന്നെ കാര്യം. അതുകൊണ്ട് അവർക്കത് പറയേണ്ട കാര്യമില്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കും ആ ഒരു സൗഭാഗ്യം കിട്ടണം. നമ്മളൊക്കെ ജനിച്ചത് മുതലേ കേൾക്കുന്ന നബിതങ്ങളുടെ ഈ പേര്, നബിതങ്ങളുടെ ഈ മദ്ഹ്, നബിതങ്ങളുടെ മദീന, നബിതങ്ങളുടെ മക്ക, നബിതങ്ങളുടെ ചരിത്രങ്ങൾ, നബിതങ്ങളുടെ ഹദീസുകൾ, അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ മുത്ത് നബി ഒന്ന് കാണണ്ടേ? അതിന് ഏറ്റവും വലിയ ഒരു എളുപ്പമാർഗമാണ് ഈ സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കുമെന്നാണ്. അഞ്ചാമത്തെ പ്രതിഫലം, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത ഒരാളുമില്ല. അതറിയണമെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും താഴെ കമൻറ്റ് നോക്കിയാൽ മതി. കമൻറ്റിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മൾ ഓർക്കും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഒരു കമൻറ്റ് കണ്ടു, ഒരു 5 വയസ്സായ കുട്ടി, 5 വയസ്സായ ആൺകുട്ടിയുടെ ശരീരത്തിലെ തൊലിയെല്ലാം ഉതിർന്നു വീഴുകയാണ്. തൊലി ഇങ്ങനെ പറഞ്ഞു പോരുകയാണ്. എന്നിട്ട് ഉള്ളിലെ മാംസം കാണാം. ആ ഒരു രോഗം, എന്ത് രോഗമാണെന്നറിയില്ല, ആ രോഗം ഇങ്ങനെ പടർന്ന് നാവിലേക്കും വന്നു. നാവിലെ തൊലിയും പറഞ്ഞു പോവുകയാണ്, പൊളിഞ്ഞു പോവുകയാണ്. അപ്പോൾ പ്രത്യേകം ദുആരക്കാൻ വേണ്ടി ഒരു വസിയത്ത് ഒരു ആൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പരിപൂർണമായ ശിഫാ നൽകുമാറാവട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അതുപോലെയുള്ള പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട്, സങ്കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, വഴക്കുള്ളവരുണ്ട്, പിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്, പിണക്കത്തിലായവരുണ്ട്, അതുപോലെ തന്നെ സഹോദരന്മാർ തമ്മിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, കടങ്ങൾ കൊടുത്തത് തിരിച്ചു കിട്ടാത്തവരുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരം അള്ളാഹു നമുക്ക് കാണിച്ചു നൽകും നല്ല നിയ്യത്തോടുകൂടി ഇനി പറയുന്ന ഈ സ്വലാത്ത് പറഞ്ഞാൽ. അഞ്ചാമത്തെ പ്രതിഫലം അതാണ്. ഇനി ആറാമത്തേതോ മഹാന്മാർ പറയുന്നു, ഈ സ്വലാത്ത് നമ്മൾ നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മെപ്പറ്റി നല്ല തോന്നലുണ്ടാകുമെന്നാണ്. ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ ഇടയിൽ നമ്മളെപ്പറ്റി നല്ലത് പറയുന്ന എത്ര പേരുണ്ട്? വളരെ കുറവാണ്. കാരണം നമ്മൾ എത്ര നല്ലത് ചെയ്താലും ആ നല്ലതിനെ ചീത്തതായി കണ്ടിട്ട് ജനങ്ങളൊക്കെ മോശം പറയുന്നവരുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ നല്ല ആളുകൾ, അതായത് നല്ല ആളുകൾ ആരെല്ലാം ഉണ്ടോ അവരുടെയൊക്കെ മനസ്സിൽ നമ്മെപ്പറ്റി നല്ല ചിന്തകൾ ഉണ്ടാവാൻ കാരണമാണ്. ഏഴാമത്തേത്, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടുമെന്നാണ്. ശത്രു എന്ന് പറഞ്ഞാൽ ഇബ്ലീസാണ് ഏറ്റവും വലിയ ശത്രു. ഇബ്ലീസ് ഏറ്റവും വലിയ ശത്രുവാണ്. ദുന്യാവ് ഒരു ശത്രുവാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ ശത്രുവാണ്. പിന്നെ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ പല രൂപത്തിലുമൊക്കെ ശത്രുക്കൾ ഉണ്ടാവാമല്ലോ. അപ്പം ഏതൊക്കെ തരത്തിൽ എന്തെല്ലാം ശത്രുക്കളുണ്ടോ അതിൽ നിന്നെല്ലാം വലിയ കാവൽ കിട്ടാൻ ഈ സ്വലാത്ത് പതിവാക്കിയാൽ നമുക്ക് രക്ഷ കിട്ടുമെന്നാണ്. എട്ടാമത്തെ പ്രതിഫലം പറയുന്നു, കണ്ണേറ്, സിഹർ, നാന്തോഷങ്ങൾ, അതുപോലെ കുട്ടികളുടെ രാത്രിയിലുള്ള കരച്ചിലുകൾ, അതുപോലെ ദുസ്വഭാവമുള്ള കുട്ടിയുടെ ദുസ്വഭാവം മാറാൻ, ഭർത്താവിൻ്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം, അങ്ങനെ ഈ ശൈത്താൻ പരമായ, പിശാചപരമായ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ അതൊക്കെ മാറാനും ഈ സ്വലാത്ത് പതിവാക്കിയാൽ നമുക്ക് നേട്ടം ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ പറയപ്പെടുന്ന സ്വലാത്ത് 11 പ്രാവശ്യം ഓതി അതിലേക്ക് ഊതിയിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അതുപോലെ കുറച്ച് വെള്ളമെടുത്ത് അത് മുഖത്തും ശരീരത്തൊക്കെ തേച്ചു കൊടുത്താൽ വലിയ രോഗങ്ങൾക്ക് ശിഫാ കിട്ടുമെന്നും ഈ കിതാബുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ തൻ്റെ അഫ്ളലു സ്വലവാത്ത് എന്ന് പറയുന്ന ആ കിതാബിൽ പറയുന്ന സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ 8 പ്രതിഫലങ്ങൾ, ഈ 8 ഒരുപാടുണ്ട്. ഇനി നമുക്ക് ആ സ്വലാത്തിലേക്കൊന്ന് കിടക്കാം. സ്വലാത്ത് എളുപ്പമാണ്, പറയാൻ നമുക്ക് എളുപ്പമാണ്, കാണുമ്പോൾ ഒരു പക്ഷേ വലുതായിട്ട് തോന്നിയാലും അതൊന്ന് ക്ഷമിച്ച് അതൊന്ന് എഴുതിയെടുത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ ഫോട്ടോ എടുത്തോ ഈ സ്വലാത്ത് എപ്പോഴും മൊബൈലിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ കയ്യിൽ എപ്പോഴും നമ്മൾ വെക്കുക, പേഴ്സിൽ വെക്കുക. അതൊക്കെ ഒരു ഹൈറാൻ. അപ്പോൾ ഈ സ്വലാത്ത് കാണുമ്പോൾ വലുതായിട്ട് തോന്നിയാലും നമ്മൾ ഓതി വരുമ്പോൾ വളരെ സിമ്പിളാണ്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് പറയാൻ പോവുകയാണ്. ഈ 8 പ്രതിഫലമല്ല, ഒരുപാട് പ്രതിഫലമുണ്ട്. അപ്പോൾ എന്താണ് ആ സ്വലാത്ത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
ചൊല്ലാം. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله. ശരി, നമ്മൾ ഓതുമ്പോൾ കുറച്ച് ദൈർഘ്യമുള്ളതുപോലെ തോന്നും. അത് ഓതി വരുമ്പോൾ വളരെ സിമ്പിളാണ്. ഉളുവുള്ള ആളുകൾക്കും ഉളുവില്ലാത്തവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വലിയ അശുദ്ധിയുള്ളവർക്കും വലിയ അശുദ്ധി ഇല്ലാത്തവർക്കും നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും അതുപോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോഴും എപ്പോഴും ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഹ്ലുഹു. ഒരു 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി ഈ സ്വലാത്ത് പറഞ്ഞ് അവസാനം ചെറിയൊരു ദുആ ചെയ്യാം. അല്ലാഹു തആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഹ്ലുഹു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് ചൊല്ലിയാൽ മതി. പിന്നെ ഫോട്ടോ എടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വഅതി മുഹമ്മദൻ അദ്ദറജത വൽ വസീലത ഫിൽ ജന്ന. അല്ലാഹുമ്മ യാ റബ്ബ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ അജ്സി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ അഹ്ലുഹു. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة. اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله. اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا
الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله
اللهم يا رب محمد وآل محمد صل على محمد وآل محمد واعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد واعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد واعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد واعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعط محمدا الدرجة والوسيلة في الجنة اللهم يا رب محمد وآل محمد أجز محمدا صلى الله عليه وسلم ما هو أهله അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. എന്ത് ഉദ്ദേശത്തിലാണോ നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞത് അത് അല്ലാഹു തആല പരിപൂർണമായും നമുക്ക് നിർവഹിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞാൽ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ മുഴുവൻ പ്രതിഫലങ്ങളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എന്തെല്ലാം എഴുതി വെക്കുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് കമൻറ്റിലൂടെ അല്ലാതെ നേരിട്ടൊക്കെ ആരൊക്കെ ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഖൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുമാറാവട്ടെ. അവസാനം മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.